ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഓണത്തെക്കുറിച്ചാണ്. എന്താണ് ഓണം? എപ്പോഴാണ് ആഘോഷിക്കുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള കഥ? എന്തിനു വേണ്ടിയാണ് അത് ആഘോഷിക്കുന്നത്? എന്തൊക്കെ കളികളാണ് ഓണത്തിന് കളിക്കുക? മുതലായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ശ്രദ്ധയോടെ കേൾക്കുമല്ലോ. എന്നാൽ കഥയിലേക്ക് പോകാം. ഓണം എന്നത് കേരളത്തിൻ്റെ കാർഷികോത്സവമാണ്. ഓണത്തിന് നിറയെ നമ്മൾ പച്ചക്കറികളൊക്കെ വിളവെടുക്കും. ഇഷ്ടംപോലെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു മാസമാണ് ചിങ്ങമാസം. കർക്കിടകത്തിൽ ഈ മഴയും കാറ്റും കോളും കഷ്ടകാലങ്ങളും ദുരിതങ്ങളും അതേപോലെ ഇല്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ കഴിഞ്ഞ് ദൈവം നമുക്ക് നൽകുന്ന പുണ്യമാസമാണ് ചിങ്ങമാസം. ഈ ചിങ്ങമാസത്തിൽ കർഷകർക്കെല്ലാം സന്തോഷമാണ്. നിറയെ പയറ്, കുമ്പളങ്ങ, മത്തൻ, ഓണച്ചേന എല്ലാം നമുക്കിഷ്ടം പോലെ കഴിക്കാൻ പറ്റിയ ഒരു മാസം കൂടിയാണ് ചിങ്ങമാസം. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നമ്മൾ തൃക്കാക്കരയപ്പനെ മുറ്റത്ത് വെച്ച് ഓണം ആഘോഷിക്കുന്നു. അപ്പോൾ ഓണം എന്താണ്? കേരളത്തിൻ്റെ കാർഷികോത്സവമാണ് ഓണം. ജാതി മത ഭേദമന്യേ എല്ലാ ജനങ്ങളും, പ്രത്യേകിച്ച് കർഷകർ, ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. പണ്ട് കാലങ്ങളിൽ വലിയ വലിയ തറവാടുകളുടെ മുറ്റത്ത് ഓണത്തപ്പനെ ഒരുക്കി വയ്ക്കും. എന്നിട്ട് എല്ലാ ജനങ്ങളും മുറ്റത്ത് വന്നു കൂടും, പ്രത്യേകിച്ച് പണിക്കാരൊക്കെ. എന്നിട്ട് ആ തറവാട്ടമ്മയും തറവാട്ടച്ഛനും ഓണപ്പാട്ടുകൾ അവർക്ക് പാടിക്കൊടുക്കും. ആ ഓണപ്പാട്ടുകൾ കേട്ട് ഓണത്തപ്പന് ചുറ്റും വട്ടമിട്ട് ഓണക്കളികൾ കളിക്കും. എല്ലാവരും ആഹ്ലാദിച്ച് സന്തോഷിച്ച് തിരുവോണമുണ്ണും, ഓണസദ്യ കഴിക്കും. അങ്ങനെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ഓണം. എൻ്റെ ചെറുപ്പകാലത്ത് ഓണത്തിന് സ്കൂളൊക്കെ പൂട്ടുമ്പോൾ ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകും. കൂടെ അനുജന്മാരും ഉണ്ടാകും. മുത്തശ്ശി ഇങ്ങനെ കാലൊക്കെ നീട്ടിയിരുന്ന് ഓണപ്പാട്ട് പാടിക്കൊടുക്കും. കുട്ടികളും മുതിർന്ന സ്ത്രീകളും എന്ന് വേണ്ട എല്ലാവരും മുറ്റത്ത് വെച്ചിരിക്കുന്ന മാതേവർക്ക് ചുറ്റും വട്ടമിട്ട് കളിക്കും. മാതേവരുണ്ടാക്കുന്നതൊക്കെ കാണാൻ എന്ത് രസമാണെന്നോ. നിറയെ ചെണ്ടുമല്ലി പൂക്കളാൽ അലങ്കരിച്ച് മാതേവരെ മുറ്റത്ത് പീഠത്തിന് മുകളിലാണ് ഇരുത്താറ് മുത്തശ്ശി. അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു കളി ഒരു ഓണ ഓർമ്മയാണ് എനിക്ക്. അപ്പം മുത്തശ്ശി പാടിക്കൊടുക്കുന്ന പാട്ടുണ്ട്, അതിൻ്റെ ഒരു 2 വരി ഞാൻ മൂളാം. ആ അരിവാളെവിടെ പോയടി മധുരങ്കോടി പൊന്നമ്മേ, ആ അരിവാളല്ലേ ഇന്നലെ ചാമ കൊയ്യാൻ പോയത്, ആ ചാമയെവിടെയടി മധുരം കോടി പൊന്നമ്മേ, ആ ചാമയല്ലേ ഇന്നലെ കഞ്ഞി വെച്ച് കുടിച്ചത്. ഇങ്ങനത്തെ ഒരുപാട് ഓണപ്പാട്ടുകൾ മുത്തശ്ശി ഞങ്ങൾക്ക് പാടിത്തരാറുണ്ടായിരുന്നു. ഞങ്ങളത് ഏറ്റുപാടി കളിച്ച് ഓണം കളറാക്കിയ കാലം. ഓണത്തെക്കുറിച്ച് പല കഥകളും ഉണ്ടെങ്കിലും മുത്തശ്ശി പറഞ്ഞു തന്ന കഥ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അതായത്, ഒരു രാജാവിന് 2 ഭാര്യമാരിൽ ദേവന്മാരും അസുരന്മാരും ഉണ്ടായി എന്നും അവർ തമ്മിൽ ശത്രുക്കളായെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ അസുര രാജാവായ മഹാബലി, അസുരന്മാരുടെ രാജാവായ മഹാബലി ഭൂമി മൊത്തം ഭരിച്ചു. അവസാനം ദേവലോകവും ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാർ പേടിച്ചോടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് ഈ ഒരു മഹാബലിയെ അവരുടെ രാജ്യത്തിൽ നിന്നും ഓടിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മഹാബലി തൻ്റെ രാജ്യത്തു നിന്നും പാതാളത്തേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ടു. നല്ലവനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കള്ളവുമില്ല, ചതിയുമില്ല, നുണകളും ചതികളും ഒന്നും ഇല്ല. കള്ളന്മാർക്കൊക്കെ കഷ്ടകാലമായിരുന്നു അന്ന്. കക്കാൻ പറ്റില്ല, മഹാബലി പിടിക്കും. അങ്ങനെ മഹാബലി ഭരിച്ച് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ടു. അവിടെ നിന്നും ഉയർന്നു വരുന്നത് എപ്പോഴാണ്? തിരുവോണത്തിൻ്റെ അന്നാണത്രേ. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കാണ് മുറ്റത്ത് മാതേവരെ വെക്കുന്നത്. അദ്ദേഹം വരുന്നത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അദ്ദേഹത്തെ ഓണസദ്യ കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓണപ്പാട്ടുകളും കളികളും ഒക്കെ ഇങ്ങനെ കളിക്കുന്നത്, സന്തോഷിക്കുന്നത്, അദ്ദേഹം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊരു സങ്കല്പം മാത്രമാണ്, ഒരു കഥ മാത്രമാണ്. നമ്മളത് ആ കാലത്തെ നന്മയെയാണ് നമ്മൾ അതിൽ നിന്നും പഠിക്കേണ്ടത്. നന്മയുടെ ഒരു രാജാവായിരുന്നു മഹാബലി എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
എന്തായാലും എല്ലാവരും ഓണം ആഘോഷിക്കണം. കാണം വിറ്റും ഓണം ആഘോഷിക്കണം. വീട്ടിലുള്ള എന്ത് കൊടുത്താലും നമ്മൾ ഓണം ആഘോഷിക്കാതിരിക്കരുത്. ഓണം നമ്മുടെ മലയാളികളുടെ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് നാം അത് ആഘോഷിക്കണമെന്ന് നിർബന്ധമായും പറയുന്നത്. ഇപ്പോഴൊക്കെ ഓരോ പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡ്, കൊറോണ, വയനാട് ദുരന്തം, നിപ വൈറസ്, അങ്ങനെ പ്രകൃതി നമുക്ക് ശിക്ഷകൾ തന്നുകൊണ്ടേയിരിക്കുന്നു. നാം ഇടുന്ന മാലിന്യങ്ങൾ നമുക്ക് തന്നെ ദോഷം വരുത്തുന്നു. നമ്മളതെല്ലാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഓണം ഇപ്പോൾ നമ്മൾ ആഘോഷം കുറവാണ്, കാരണം നമ്മുടെ ദുരന്തങ്ങൾ കാരണം. എന്നാലും ഓണം വീടുകളിൽ നാം ആഘോഷിക്കുന്നു. നമ്മുടെ കൊച്ചുമക്കൾക്ക് അതൊരു ഓർമ്മയായി നിലനിൽക്കണമെങ്കിൽ നാം ആഘോഷിക്കുക തന്നെ വേണം. ഓണത്തിന് കളിക്കുന്ന കളികൾ ഒരുപാടുണ്ട്. പുലിക്കളി, ഒരു നാട് മൊത്തം പുലിക്കളി കളിക്കുമ്പോൾ സന്തോഷത്താൽ ആറാടും. പുലികളുടെ വേഷം കെട്ടി ചെണ്ട കൊട്ടി നാട് മൊത്തം പുലികളിങ്ങനെ വരും. എന്ത് രസമാണല്ലേ അത് കാണാൻ. ഇനി എൻ്റെ ജന്മനാടായ പല്ലശ്ശന എന്ന സ്ഥലത്ത് ഓണത്തല്ല് നടക്കും. അവിട്ടത്തിൻ്റെ അന്ന് ഓണത്തല്ല് നടക്കും. അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്കിതിൻ്റെ പിന്നിൽ ഇട്ടുതരാം. ഓണത്തല്ല് കാണാൻ ഒരുപാട് ആളുകൾ തല്ലുമന്നത്തെത്തും. തല്ലുമന്നത്തെന്ന് പറഞ്ഞാൽ തല്ല് നടക്കുന്ന മന്നം സ്ഥലം, അവിടെയാണ് ആളുകൾ കൂടിച്ചേരുക. ഓണത്തല്ല് എന്ന് വെച്ചാൽ അവിട്ടത്തിൻ്റെ അന്നൊക്കെ ആളുകൾ തല്ലുമന്നത്ത് കൂടി മുതുകത്ത് തല്ലുന്നത് തന്നെയാണ് ഓണത്തല്ല്. അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് സാമൂതിരി ഭരിച്ചിരുന്ന കാലത്ത് പല്ലശ്ശനയ്ക്ക് ഒരു നാട്ടുരാജാവുണ്ടായിരുന്നു. കുറൂർ നമ്പിടി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ കുതിരവട്ടത്ത് നായർ എന്ന് പറഞ്ഞൊരാൾ ചതിച്ചു കൊന്നു. ഇതിൽ രോഷാകുലരായ ദേശവാസികൾ പോരു വിളിച്ചു. സാമൂതിരിയുടെ അടുത്ത് പോയിട്ടും പോരു വിളിച്ചു. യുദ്ധത്തിന് ഒരുങ്ങി വന്നു. അപ്പം സാമൂതിരി ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഈ പല്ലശ്ശന ദേശവാസികൾക്ക് ഒരു വിഗ്രഹം കൊടുത്തു. വേട്ടക്കൊരുമകൻ്റെ വിഗ്രഹം. അവിടെ വേട്ടക്കരുമൻ്റെ ക്ഷേത്രമുണ്ട്. അവിടെയാണ് ഈ തല്ലാനായിട്ട് പുറപ്പെടുക. പുണ്യാഹമൊക്കെ തെളിച്ച് ഇവരിങ്ങനെ ഇറങ്ങും പടകൾ. എന്നിട്ട് തല്ലുമന്നത്തെത്തി അവർ തല്ലും. സമപ്രായക്കാരാണ് കേട്ടോ തല്ലുക. തല്ലിക്കഴിഞ്ഞാൽ മുതുകത്തിങ്ങനെ ചെമ്മന്ന് കിടക്കും തല്ലിൻ്റെ പാട്. മുതിർന്നവർ ഒരു പൊന്തിയുമായി മുന്നിട്ട് നടക്കും. ബാക്കിയുള്ളവർ അണിനിരന്ന് പിന്നിലും ഉണ്ടാകും. ഓണത്തല്ല് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ തല്ലുമന്നത്ത് നിറഞ്ഞു കവിയും. അവിടെ ആർപ്പുവിളിയും ആരവങ്ങളും ഒക്കെ കാണാം. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഹരമാണ്. ഓണത്തല്ല് കഴിഞ്ഞ ശേഷം എല്ലാവരും ചേർന്ന് ആർപ്പുവിളിയോടുകൂടി കുളത്തിൽ പോയി ചാടും. ശയനപ്രദക്ഷിണം ചെയ്തിട്ട് കുളത്തിൽ പോയിട്ട് ചാടും. നല്ല രസമാണ് കാഴ്ചകൾ. അപ്പം എല്ലാവരും എല്ലാ വർഷവും ഓണത്തല്ല് കാണാൻ പോകാറുണ്ട്. ഓണത്തല്ലിൻ്റെ കുറച്ച് വീഡിയോസ് കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. എല്ലാവരും കണ്ട് ആസ്വദിക്കുക.
കണ്ടിട്ടില്ല യൂട്യൂബിൽ വടവല്ലൂരില് പാലക്കാടൻ ഭാഷ സംസാരിക്കുന്നത്. പുത്തരിച്ചോറുണ്ട്, ചെറുപയർ പായസവും കൂട്ടി പപ്പടം പൊടിച്ച് കഴിക്കുന്ന ആ ചെറുപ്പകാലത്തെ ഓണസദ്യയാണ് ഏറ്റവും സ്വാദിഷ്ടമായ സദ്യയായിട്ട് എൻ്റെ നാവിൽ ഇപ്പോഴും ഉള്ളത്. പാടവരമ്പത്ത് നിറച്ച് കാശ് നിൽക്കുന്ന പച്ചപ്പയർ പറിക്കാൻ ഞാനും അച്ഛനും അനുജന്മാരും മത്സരിക്കും. അതെല്ലാം തൊലിച്ചുണ്ടാക്കി ആ വിത്തിട്ടിട്ടുള്ള പയറുപ്പേരിയുടെ ടേസ്റ്റ് എന്നോ പോയി മറിഞ്ഞിരിക്കുന്നു. ഇന്ന് വാങ്ങുന്ന പയറുകൾക്കൊന്നും ആ ഒരു സ്വാദ് കിട്ടുന്നേയില്ല. വീടുകളിൽ അന്ന് കുട്ടികൾ എല്ലാ പണിയും ചെയ്തിരുന്നു. മുറ്റമടിക്കും, പച്ചക്കറികളൊക്കെ പറിച്ചെടുക്കും, കൊത്തിയരിയും, അമ്മയോടൊപ്പം പണികൾക്കൊക്കെ കൂടും, എല്ലാം ചെയ്തിരുന്നു. ഇന്ന് കാലത്ത് കുഞ്ഞുമക്കളെല്ലാം ഫോണിലാണ്. കളികളെല്ലാം മറന്നുപോയിരിക്കുന്നു. നാടൻ കളികളൊന്നും ഇപ്പോൾ കളിക്കുന്നേയില്ല. ആ ഒരു പഴയ ഓണക്കാലം തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഓണക്കഥ നിങ്ങൾക്കിഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ്. നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.